ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സമയം വരെ കേരളത്തിൽ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ന്യൂസുകളും മൊത്തത്തിൽ എന്താണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ പിണറായി വിജയനെതിരെ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചതാണെങ്കിലും 20 വർഷമായിട്ട് തടവിൽ കഴിഞ്ഞ അബ്ദുൾ റഹീം പുറത്തു വന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ബാത്റൂമിൽ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കളഞ്ഞ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ രേണുസുധിയെ ചുറ്റിപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കുറേയധികം പേരിലേക്ക് എത്തത്തുള്ളൂ. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെതിരെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെ തൊട്ട് ഭയങ്കര റെയ്ഡൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലും മെയിൻ ന്യൂസ് ചാനൽസും എല്ലാം ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യായിരുന്നു. ഇന്ത്യയിൽ മൊത്തം പല ന്യൂസ് ചാനലിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു റെയ്ഡൊക്കെ നടന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ ED ഉദ്യോഗസ്ഥന്മാർ തിരിച്ച് പോകുന്ന വീട്ടിൽ നിന്ന്, ആ ഒരു പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കാറിൽ തിരിച്ച് പോകുന്ന വഴിക്ക് അവിടുത്തെ പ്രവർത്തകർ, CPM പ്രവർത്തകരുണ്ടെങ്കിൽ ആ ഒരു ED ഉദ്യോഗസ്ഥർ പോയ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് തകർക്കുന്നു. അതിൽ ചില ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ അടിയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചവർക്കെതിരെ കേസ് എടുക്കാൻ പറയുന്നുണ്ട്. പോലീസൊക്കെ പാർട്ടി ഓഫീസിന് വെളിയിൽ വന്നിട്ട് അവരെ വിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടുള്ള ചർച്ച ചെയ്തൊരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ വരെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം കുറേയധികം പേര് പിണറായി വിജയനെതിരെയും CPMനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് രീതി ഇതേ കണക്കാണോ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം ചെയ്യാനൊക്കെ പോവുകയാണോ, എന്ത് നിയമം ഇവിടെ എന്തുവാണ്, ചുമ്മാ കാണിക്കാൻ വേണ്ടിയാണോ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയ ആ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിയിലും, പിന്നെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അണികളെല്ലാവരും വന്നിട്ട് ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളും രാവിലെ തൊട്ട് നടത്തിയത് ഇതെല്ലാം ഭയങ്കര പ്ലാനിങ് ആണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം കൊണ്ട് എല്ലാ ജില്ലകളിലും ഇത്രയും വലിയ പ്രതിഷേധം എങ്ങനെയാണ് പെട്ടെന്ന് ആൾക്കാരെ കൂട്ടാൻ പറ്റുന്നത്? ഇതൊന്നും ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള, ഇത് മൊത്തം ഇവർ പ്ലാൻ ചെയ്തിട്ട് ഇതേ കണക്കൊരു പ്രശ്നം ഉണ്ടാക്കിയതാണ്, ഇതെല്ലാം ഇവരുടെ നാടകമാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ആൾക്കാർ ഇത്ര പ്രതിഷേധിക്കാൻ എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ED റെയ്ഡ് വരുവാണെങ്കിൽ ആ ഒരു റെയ്ഡിന് സഹകരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് മാത്രം ഇത്ര വലിയ പ്രശ്നമാക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഉണ്ട് എന്ന് താൻ വിചാരിക്കുന്നില്ല. ഇതെല്ലാം അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇത് വലിയ എന്തോ സംഭവമാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്തായാലും ഇത് ഒട്ടും ശരിയല്ല. ഇതിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് ഇനി കേന്ദ്രം എന്തൊക്കെ ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഇഷ്യൂവിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. അടുത്ത ഇനി മെയിനായിട്ട് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഹീമിനെ കുറിച്ചാണ്. 20 വർഷത്തോളം സൗദി ജയിലിൽ കടന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് സ്വന്തം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് അബ്ദുൾ റഹീമിൻ്റെ കാര്യം. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇന്നിപ്പം അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ്. ഇതൊക്കെ നടക്കുന്ന ഒരു 2006 ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്തുണ്ടെങ്കിൽ ഈ ഒരു അബ്ദുൾ റഹീം ഉണ്ടെങ്കിൽ സൗദിയിൽ ജോലിക്ക് വേണ്ടി പോവുകയാണ്. ആ ഒരു സമയത്ത് 26 വയസ്സിനടുത്താണ് റഹീമിന് വയസ്സുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കുടുംബത്തിലെ, ഒരു അറബി കുടുംബത്തിലെ ഒരു കുട്ടിക്ക് വയ്യാത്തൊരു കുട്ടിയാണ്, ശരീരമൊക്കെ കുറച്ച് തളർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കാര്യം നോക്കിയൊക്കെ വേണം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് റഹീമിനെ അവിടെ കൊണ്ടു ചെന്നതിന് ശേഷം ഇതേ കണക്ക് അടുത്ത മാസം ആയ സമയത്ത് ഇതേ കണക്ക് ഈ ഒരു കുട്ടി മാളിലൊക്കെ പോകണം എന്നുള്ള രീതി പറഞ്ഞ് മാളിലൊക്കെ കൊണ്ടുപോകും, കാറിൽ പോവുകയും പോകുന്ന സമയത്തുണ്ടെങ്കിൽ സിഗ്നലൊക്കെ വീണു എന്നുള്ള രീതിയിലും ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞ സിഗ്നലിലൊന്നും നിൽക്കേണ്ട, വണ്ടി എടുത്ത് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. കാരണം അവിടുത്തെ നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ, അത് പറ്റില്ല എന്ന് പറഞ്ഞതിന് ആ ഒരു കുട്ടി മുഖത്ത് തുപ്പി എന്നുള്ള രീതിയിലൊക്കെയാണ് റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു സമയത്ത് ആ ഒരു തടുക്കുന്നതിനിടയിൽ ആ കുട്ടി ഉണ്ടെങ്കിൽ ഓക്സിജൻ പോലെയൊക്കെ
വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അതിലെന്തോ ഒരു തകരാറ് പറ്റുകയും അതിനുശേഷം ആ കുട്ടിക്ക് അവിടെ തന്നെ കാലിൽ വെച്ച് തന്നെ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കുട്ടിക്കും അതുപോലെ തന്നെ ആ മരിച്ച കുട്ടി അല്ലെങ്കിൽ ഈ ഒരു റഹീമിന് മാത്രം എന്താണ് കറക്റ്റായിട്ടുള്ളൂ അതിൽ നടന്നതെന്നുള്ളത് അറിയാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം റഹീം പറഞ്ഞതാണ്. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നമായെന്ന് പറഞ്ഞാൽ റഹീം ഉണ്ടെങ്കിൽ നേരെ ആശുപത്രിയിൽ പോയി ഒന്നും ചെയ്യാതെ സൗദിയിൽ തന്നെ ഈ ഒരു റഹീമിൻ്റെ ഒരു കുടുംബ അംഗം ഉണ്ടായിരുന്നു. ആ ഒരു അംഗത്തിനെ വിളിച്ചിട്ട് ഇതേ കണക്ക് നടന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു പുതിയൊരു കഥ ഉണ്ടാക്കുകയാണ്. ഇതേ കണക്ക് ഇവർ കാറിൽ പോയ സമയത്ത് കുറേയധികം പണത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്തിട്ട് ഒരു കുട്ടിയെ ആക്രമിച്ചു. അതിൻ്റെ ഇടയിലാണ് ഇതേ കണക്ക് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോലീസിന് മനസ്സിലായി ഇതൊന്നും അല്ല സംഭവം എന്നുള്ളത്. ചോദിച്ച സമയത്താണ് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ആ ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കള്ളം പറഞ്ഞതും കൂടിയായിരുന്നു. ആ കുടുംബം പറഞ്ഞൊരു കാര്യം ഇവർ പറഞ്ഞൊന്നുമല്ല സത്യം, അതിനുള്ളിൽ വേറെ എന്തോ ആണ് നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അന്ന് കേസ് നടക്കി. അങ്ങനെ 20 വർഷം ഈ ഒരു 20 വർഷത്തോളം ജയിലായിരുന്നു. അതും തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കപ്പെട്ടതാണ്. പിന്നെ വർഷങ്ങളായിട്ട് നടന്ന ആ ഒരു നിയമപോരാട്ടം കാര്യങ്ങളൊക്കെ അവസാനമാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ റഹീമിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ വന്നതിന് ശേഷം കുടുംബമായിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലായിടത്തും നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ പ്രതികരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം, മലയാളികൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്, ആ ഒരു പൈസ വരെ ശേഖരിച്ച് നൽകിയതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു റഹീമും അതുപോലെ തന്നെ റഹീമിൻ്റെ കുടുംബവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് റഹീമിൻ്റെ മെയിനായിട്ട് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സംഭവം എരീക്കോട് നടന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ആശുപത്രിയിൽ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇതെനിക്ക് തനിക്ക് വയറുവേദനയൊക്കെ ഉണ്ട്, എന്തോ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ആയിരിക്കും, തനിക്ക് പെയിൻ കില്ലർ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു കുട്ടിയുടെ വയറ് കണ്ടപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് എന്താണ് പ്രഗ്നൻറ്റ് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല. അപ്പോൾ ചോദിക്കുന്നത് പീരിയഡ്സൊക്കെ കറക്റ്റാണോ എന്ന് ചോദിച്ച സമയത്ത് അതേ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെക്കപ്പൊക്കെ ചെയ്തിട്ട് കുറച്ച് ഒബ്സർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ വാർഡിലൊക്കെ കടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഒരു കുട്ടി 10-12 മണിയൊക്കെ ആയപ്പോഴത്തേന് ബാത്റൂമിൽ പോയി അവിടെ വെച്ച് പ്രസവിക്കുകയും ആ ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ ജനലിലൂടെയൊക്കെ പുറത്ത് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവിടെ ഉള്ള കുറേയധികം സെക്യൂരിറ്റിയൊക്കെ നേഴ്സുമാർ നോക്കിയപ്പോഴാണ് ഈ ഒരു കുട്ടിയെ കാണുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യമെല്ലാം മനസ്സിലാവുന്നതും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് കൂടിയാണ്. ആ ഒരു പെൺകുട്ടിയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള രീതിയിൽ. അതിനുശേഷമാണ് ഇത് കണക്ക് ആ ഒരു പെൺകുട്ടിയെ എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം ഒരു കുട്ടിയെ നോക്കുന്നതിനോ എല്ലാം ഭയങ്കരമായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വീഡിയോസും കാര്യങ്ങളും അതിനെക്കുറിച്ച് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ ഒരു കേസ് കണ്ട സമയത്ത് ഇപ്പം നടന്ന സംഭവം അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെയും കുറേയധികം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും ആ ഒരു പെൺകുട്ടിയെയും അതുപോലെ തന്നെ ആ ഒരു കുട്ടിയെയും ഇപ്പം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഇതുവരെ എന്താണ് പുറത്ത് വന്നിട്ടില്ല. അടുത്ത ഒരു ഓൺലൈനിൽ ഇപ്പം മെയിനായിട്ട് സംസാരം രേണുസുധിയെക്കുറിച്ചാണ്. അതെപ്പോഴും രേണുസുധിയെ പറ്റി എന്തെങ്കിലും ന്യൂസൊക്കെ വരുന്നതാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് കിച്ചു ഉണ്ടെങ്കിൽ, സുധിയുടെ ആദ്യം മോനുണ്ട് കിച്ചു ഉണ്ടെങ്കിൽ ഇപ്പം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഏതോ ഒരു ഓൺലൈൻ മീഡിയ ഒക്കെ ഇതേ കണക്ക് കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുസുധി കണക്ക് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം അങ്ങനെ ചോദിച്ച സമയത്ത് രേണുസുധിക്കെതിരെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കിച്ചു സുധി പോയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണുസുധി ഏതോ ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് കിച്ചുവിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം സൂപ്പർ എന്നുള്ള രീതിയിൽ തിരിച്ചും അതേ കണക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണുവിൻ്റെ അടുത്ത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞൊരു കാര്യം, ഇത്രയും നാളൊക്കെ നോക്കി എന്നെ പറ്റി ചോദിച്ചപ്പോൾ ഇതേ കണക്കാണ് സൂപ്പർ എന്ന് മാത്രമാണ് കിച്ചു പറഞ്ഞത്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം കൂടി രേണു ഉണ്ടെങ്കിൽ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.